CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ് ആലുക്കാസിൽ മാത്രം. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന NSS KPT സ്കൂളിൽ നടന്നു. 252 ബൂത്തുകളിലേക്കുള്ള ഓരോ കൺട്രോൾ യൂണിറ്റുകളും 3 ബാലറ്റ് യൂണിറ്റുകളും വീതമാണ് കമ്മീഷൻ ചെയ്തത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പര്യടനം നടന്നു. UDF സ്ഥാനാർത്ഥി KT അഷ്റഫിന്റെയും LDF സ്ഥാനാർത്ഥി അഫ്സൽ പന്തലൂരിന്റെയും പര്യടനമാണ് നടന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. നഗരസഭാ കന്നി അംഗത്തിൽ അട്ടിമറി വിജയം നേടിയ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ UDF ലക്ഷ്യമിടുന്നത് തുടർ ഭരണം. ചെറിയ പാളിച്ചകളിൽ കൈവിട്ട വാർഡുകൾ വീണ്ടെടുത്ത് അധികാരം തിരിച്ചുപിടിക്കാനാണ് LDF നീക്കം. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. നഗരസഭ കന്നി അംഗത്തിൽ അട്ടിമറി വിജയം നേടിയ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ UDF ലക്ഷ്യമിടുന്നത് തുടർ ഭരണം. ചെറിയ പാളിച്ചകളിൽ കൈവിട്ട വാർഡുകൾ വീണ്ടെടുത്ത് അധികാരം തിരിച്ചുപിടിക്കാനാണ് LDF നീക്കം. 2 വാർഡുകളിൽ അക്കൗണ്ട് തുറന്നതുപോലെ കൂടുതൽ വാർഡുകൾ കൈയടക്കാമെന്ന പ്രതീക്ഷയിലാണ് NDA മുന്നണി സ്ഥാനാർത്ഥികൾ. പ്രചാരണം ശക്തമാക്കിയ ഏതാനും വാർഡുകളിൽ പോരാട്ടം കൂടുതൽ ശക്തമായി. ജീപ്പുകളിൽ മൈക്ക് പ്രചാരണം, കോർണർ യോഗം എന്നിവ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തൽ, ഗൃഹസന്ദർശനം, അഭ്യർത്ഥന, ലഘുലേഖ വിതരണം, കൺവെൻഷനുകൾ തുടങ്ങിയ പ്രചാരണം മുന്നണികൾ നടത്തിക്കഴിഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി നഗരസഭ 31-ാം വാർഡ് ചന്ദ്രത്ത് പറമ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന ദിവ്യ ടീച്ചർക്ക് വോട്ടഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പഠന വീട്ടിലെ വിദ്യാർത്ഥികൾ. ദിവ്യ ടീച്ചർ പഠിപ്പിച്ച ഈ പ്രദേശത്തെ കുട്ടികളാണ് വീടുകളിലേക്ക് വോട്ടഭ്യർത്ഥിച്ചു എത്തിയത്. ചെർപ്പുളശ്ശേരി നഗരസഭ 31-ാം വാർഡ് ചന്ദ്രത്തുപറമ്പിൽ മത്സരിക്കുന്ന തങ്ങളുടെ ടീച്ചർക്ക് വോട്ടഭ്യർത്ഥിച്ച വിദ്യാർത്ഥികളും ഈ വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ദിവ്യ രവിശങ്കർ പഠനവീടിലൂടെ അറിവ് പകർന്നു നൽകിയ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ടീച്ചർക്ക് വോട്ടഭ്യർത്ഥനയുമായി വീടുകളിൽ എത്തിയത്. എല്ലാവരും സ്റ്റുഡൻസ് പഠിച്ചിട്ട് പഠനവീടുണ്ടായില്ലോ, അവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണ് എല്ലാവരും. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും വേണ്ടി ടീച്ചർക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വോട്ടർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നും ദിവ്യ ടീച്ചർ ഈ വാർഡിൽ നിന്നും വിജയിച്ചു വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നല്ല പ്രതികരണമാണ്. കാരണം ഓരോ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ആ വീട്ടിലെ ആളുകൾക്കൊക്കെ അറിയാം പഠന വീടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദിവ്യ ടീച്ചറെ വ്യക്തിപരമായിട്ട് അവർക്കൊക്കെ അറിയാം. അപ്പോൾ വിദ്യാർത്ഥികൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും നല്ല സ്വീകരണമാണ് നൽകുന്നത്. ഞങ്ങൾ പഠന വീട്ടിലെ വിദ്യാർത്ഥികളാണ്. ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ടീച്ചർ ജയിക്കേണ്ടത് ഞങ്ങളുടെയും പിന്നെ ഈ വാർഡിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ദിവ്യ ടീച്ചറെ വിജയിപ്പിക്കും. കുട്ടികൾ വോട്ടഭ്യർത്ഥിച്ചു എന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും കഴിഞ്ഞ UDF ഭരണസമിതി ഈ വാർഡിൽ ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നിട്ടില്ലെന്നും ഇതെല്ലാം തിരിച്ചറിയുന്ന ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്നും ദിവ്യ രവിശങ്കർ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പുതിയ വോട്ടർമാരെ എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ഇറങ്ങുന്നതിൽ എനിക്ക് അതേ സന്തോഷമുണ്ട്. ഈ വാർഡിൽ ശരിയായ രീതിയിലുള്ള ഒരു വികസനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. CCN ചെർപ്പുളശ്ശേരി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെർപ്പുളശ്ശേരിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്നുവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ചെർപ്പുളശ്ശേരിയിൽ സമരം സംഘടിപ്പിച്ചത്. കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്. നീതിക്കായി പോരാടുന്ന കേന്ദ്ര
കേന്ദ്ര സർക്കാർ 2020 കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങൾ പാസാക്കിയിരുന്നു. ഇതിനെതിരെ 600-ലധികം കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടന്നുവരികയാണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെർപ്പുളശ്ശേരിയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വില നിശ്ചയിക്കുന്നതിനുമുള്ള അധികാരം കുത്തകകൾക്ക് നൽകുകയും സംസ്ഥാന സർക്കാരിന്റെ അധികാരം അട്ടിമറിച്ച് കേന്ദ്ര സർക്കാരിന് നൽകിയതുമായ പുതിയ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നും യോഗം മുദ്രാവാക്യങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ 1500-ലധികം വരുന്ന പരിഷത്തിന്റെ യൂണിറ്റുകൾ കർഷക സംഘടനകളുടെ കൂട്ടായ്മയ്ക്ക് അക്കൗണ്ട് വഴി സാമ്പത്തിക സഹായം നൽകുന്ന പ്രവർത്തനവും മുന്നോട്ടു പോകുന്നുണ്ട്. പരിപാടിയിൽ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി KS നാരായണൻകുട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ, മേഖലാ പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, മേഖലാ ട്രഷറർ രവീന്ദ്രൻ, ശ്രീനിവാസൻ മാസ്റ്റർ, ശ്രീലത എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. എടത്തനാട്ടുകര ചളവയിൽ സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി ഡയറക്ടറായ അബൂബക്കറിന്റെ ശ്രമഫലമായി മൈതാനം നിർമ്മിച്ചു നൽകി. പ്രദേശത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും വളരെ കാലത്തെ ആവശ്യമായിരുന്നു ചളവയിൽ മൈതാനം വേണമെന്നത്. മൈതാനത്തിന്റെ ഉദ്ഘാടനം K. അബൂബക്കർ നിർവഹിച്ചു. CPI നേതാവായ K. രവികുമാർ, P. ശ്രീനിവാസൻ, CPM ചളവ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുഗതൻ, ധർമ്മപ്രസാദ്, DYFI നേതാക്കളായ കൃഷ്ണകുമാർ, സുരേഷ്, അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപക്ഷെ ഈ ജീവിതാവസാനം വരെ, ലോകാവസാനം വരെ ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇപ്പോഴെങ്കിലും ആരെങ്കിലും ചെറിയ അണുമണി ആശങ്കകൾ ഈ ഗ്രൗണ്ടിനെ കുറിച്ചുണ്ടെങ്കിൽ അത് ഈ നിമിഷം അവസാനിപ്പിക്കണമെന്ന് വിധീയമായി അഭ്യർത്ഥിക്കാം. കേവലം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ വലിയ വിഷയങ്ങളെ തടസ്സപ്പെടുത്തുന്ന വളരെ ചെറിയ കോടുകളുന്ന ചെറിയ ആൾക്കാർ പോലും ഉണ്ട് എന്ന് നമുക്ക് മറക്കാം. അവരോട് നമുക്ക് പൊറുക്കാം. അവരും ഈ മഹാപ്രവാഹത്തിലേക്ക് മുന്നോട്ട് വരും. CCN ചെത്തല്ലൂർ. കൊറോണ വ്യാപനവും തിരഞ്ഞെടുപ്പ് കാലവും ഒന്നിച്ചായതോടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ചേർത്ത് മാസ്കുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ചെത്തല്ലൂരിലെ തയ്യൽ തൊഴിലാളിയായ ബാലകൃഷ്ണൻ. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ ഇരുമുടി സെഞ്ചിയും അവർക്കുള്ള പ്രത്യേക മാസ്കുകളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും യോജിച്ച രീതിയിലുള്ള മുഖാവരണം നിർമ്മിച്ച് അതിൽ തിരഞ്ഞെടുപ്പ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളായ അരിവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി, താമര, കോണി എന്നിവയും തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ടൈലേഴ്സിലെ കോട്ടയിൽ ബാലകൃഷ്ണൻ എന്ന 64-കാരൻ. 1980-ലാണ് സ്വന്തമായി കട തുടങ്ങിയത്. അതിനുശേഷം ആദ്യമായാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാസ്കുകൾ നിർമ്മിക്കുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികളൊക്കെ തുന്നിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളിലെയും ചിഹ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ കയ്യ്, മുസ്ലിം ലീഗിൻ്റെ കോണി, BJPയുടെ താമര, പിന്നെ മാർക്കിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം, ശബരിമലയ്ക്കും ഭക്തർക്കും വേണ്ടിയിട്ട് ഓമ വെച്ചിട്ടും എല്ലാ മാസ്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ട ജനങ്ങളിത് കാണുമ്പോൾ അവർ അതിൻ്റേതായ ഇതിൽ ചിലവായി പോകുന്നുണ്ട് കുറേശ്ശെ. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി തുന്നൽ മേഖലയിലേക്ക് മാറിയതാണ്. കേരളത്തിന് പുറത്ത് 6 വർഷക്കാലം ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ കൊണ്ടുള്ള മാസ്കുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും കടയിൽ നിന്നും തുണിയെടുക്കുന്നവർക്ക് സൗജന്യമായി മാസ്കുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ ഇരുമുടി സഞ്ചിയും അവർക്കുള്ള പ്രത്യേക ഓം എന്നെഴുതിയ മാസ്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. മകൻ കൃഷ്ണചന്ദ്രനും മറ്റു 2 പെൺകുട്ടികളും പാരമ്പര്യമായി അച്ഛന്റെ തൊഴിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. CCN ചെത്തല്ലൂർ. മഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് സഹായഹസ്തവുമായി ഒരു കൂട്ടം യുവാക്കൾ. ഊരുതെണ്ടി ലൈഫ് ട്രാവലേഴ്സ് എന്നറിയപ്പെടുന്ന യാത്രാ സംഘടനയാണ് യാത്രയിൽ നിന്നും മിച്ചം വെച്ചതും സമ്മാന പെരുമാറ്റം വഴി ടീം ഉണ്ടാക്കിയെടുത്തതുമായ തുക പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കൈമാറിയത്. യാത്രകൾ ആഘോഷമാക്കപ്പെടുന്ന ഈ കാലത്ത് മാതൃകാപരമായ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മഞ്ചേരിയിലെ ഊരുതെണ്ടി ലൈഫ് ട്രാവലേഴ്സ്. യാത്രകളുടെ ഭാഗമായി പാവപ്പെട്ട രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയിൽ നിന്നും മിച്ചം വന്ന തുകയും കുറച്ച് മാസ്കുകളും ഇവർ മഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് കൈമാറിയത്. കൂടാതെ സമ്മാന പെരുമഴ പ്രോഗ്രാം വഴി ടീം ഉണ്ടാക്കിയെടുത്ത തുകയും യുവാക്കൾ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചു. ഇതിനു മുൻപും ലോക്ഡൌൺ കാലത്ത് മാസ്കുകളും സാനിറ്റൈസർ കിറ്റുകളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇവർ വിതരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഊരുതെണ്ടി ലൈഫ് ട്രാവലേഴ്സ് കൂട്ടായ്മ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇനിയും യാത്രകളോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്നു തന്നെയാണ് ഈ യുവ കൂട്ടായ്മ പറയുന്നത്. ടീം അംഗങ്ങളായ ഷുഹൈബ്, ജിഷ്ണു, രാഹുൽ, അരുൺ, ഫെബിൻ, സാലി, വിഷ്ണു എന്നിവർ ഈ സ്നേഹസഹായത്തിന് നേതൃത്വം വഹിച്ചു. CCN പെരിന്തൽമണ്ണ.
വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്തു വിദ്യാഭാരതി. 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭാരതിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയാണ് ഒരു വർഷത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്ത വിദ്യാഭാരതി സ്കൂൾ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭാരതിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയാണ് ഒരു വർഷത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കേരള സർക്കാരിന്റെ വിമുക്തി മിഷനുമായി 4 വർഷത്തോളം സഹകരിച്ചു പ്രവർത്തിച്ചതിന്റെ പ്രതീകാത്മകമായി ഓരോ ആളുകളും 4 ബലൂണുകൾ വീതമാണ് പറത്തിയത്. കാത്തോലിക് സിറിയൻ ബാങ്ക് പുത്തനത്താണി ശാഖാ മാനേജർ ഹരി വി മേനോൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. വിദ്യാഭാരതിയുടെ സെന്റർ ഹെഡ് നീത MS, NAM കെ ചീഫ് കോർഡിനേറ്റർ കിഷോർ കുമാർ, സുദർശൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. CCN മഞ്ചേരി. ഒറ്റപ്പാലത്ത് കോവിഡ് കേസുകൾ കൂടുന്നു. താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെ നടന്ന ആന്റിജൻ പരിശോധനയിലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ശനിയാഴ്ചയാണ്. 45 പേർക്കാണ് ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 5 ദിവസമായി 25ലേറെ പേർക്കാണ് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് കോവിഡ് കേസുകൾ കൂടുന്നു. താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെ നടന്ന ആന്റിജൻ പരിശോധനയിലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ശനിയാഴ്ചയാണ്. 45 പേർക്കാണ് ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ മാസം 40 പേർക്ക് സ്ഥിരീകരിച്ചതായിരുന്നു ഇതുവരെ കൂടുതൽ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ 5 ദിവസമായി 25ലേറെ പേർക്കാണ് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തോട്ടക്കരയിലെ 12 പേർ, ലക്കിടിയിൽ നിന്നുള്ള 5 പേർ, വരോട്ടെ 4 പേർ, ചുനങ്ങാട്, ഒറ്റപ്പാലം, പനമണ്ണ എന്നിവിടങ്ങളിലെ 3 പേർ വീതം, മായന്നൂർ, അമ്പലപ്പാറ, വീരമംഗലം, പാലപ്പുറം, ആറ്റാശ്ശേരി, പുത്തൂർ, മണ്ണൂർ, ചെർപ്പളശ്ശേരി, മങ്കര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്കാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച 210 പേർക്ക് നടന്ന ആന്റിജൻ പരിശോധനയിൽ 165 പേർക്ക് നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. CCN ഒറ്റപ്പാലം. പുസ്തക രൂപത്തിലുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും ഓൺലൈനാക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി പൂർത്തിയായി. പുസ്തക രൂപത്തിലുള്ള RCകളും ലൈസൻസുകളും ഉൾപ്പെടെ ഇനി പരിവാഹൻ വെബ്സൈറ്റ് മുഖാന്തരം പുതുക്കാം. പുസ്തക രൂപത്തിലുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും ഓൺലൈനാക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി പൂർത്തിയായി. പുസ്തക രൂപത്തിലുള്ള RCകളും ലൈസൻസുകളും ഉൾപ്പെടെ ഇനി പരിവാഹൻ വെബ്സൈറ്റ് മുഖാന്തരം പുതുക്കാം. സംസ്ഥാനത്താകെ 1.40 കോടി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളാണ് പരിവാഹൻ വെബ്സൈറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഒപ്പം ഏകദേശം 80 ലക്ഷം ലൈസൻസുകളും പരിവാഹനിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റിക്കഴിഞ്ഞു. കാർഡ് രൂപത്തിലുള്ള ലൈസൻസുകളും RCകളും നേരത്തെ പരിവാഹനിലേക്ക് മാറ്റുന്ന നടപടി പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പുസ്തക രൂപത്തിലുള്ളവയും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്ന നടപടി പൂർത്തിയായതായാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത്. പുസ്തക രൂപത്തിലുള്ള RCകളും ലൈസൻസുകളും ഓൺലൈനായി പുതുക്കാൻ ഇതുവരെ സാധിക്കില്ലായിരുന്നു. ഓഫീസുകൾ മുഖാന്തരം മാത്രമേ പുതുക്കാൻ ആകുമായിരുന്നുള്ളൂ. ഇവയും പരിവാഹനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ഇത്തരം RCകളും കാലാവധി കഴിഞ്ഞാൽ ഓൺലൈൻ മുഖാന്തരം പുതുക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന NSS KPT സ്കൂളിൽ നടന്നു. 252 ബൂത്തുകളിലേക്കുള്ള ഓരോ കൺട്രോൾ യൂണിറ്റുകളും 3 ബാലറ്റ് യൂണിറ്റുകളും വീതമാണ് കമ്മീഷൻ ചെയ്തത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഒരുക്കുന്ന നടപടിയാണ് NSS KPT സ്കൂളിൽ വെച്ച് നടത്തിയത്. 252 ബൂത്തുകളിലേക്കുള്ള ഓരോ കൺട്രോൾ യൂണിറ്റുകളും 3 ബാലറ്റ് യൂണിറ്റുകളും വീതമാണ് കമ്മീഷൻ ചെയ്തത്. ഇതിനു പുറമെ തകരാറ് പറ്റിയാൽ ഉപയോഗിക്കാനുള്ള 10% യന്ത്രങ്ങളും കമ്മീഷൻ ചെയ്തു തുടങ്ങി. അമ്പലപ്പാറ, അനങ്ങനടി, തൃക്കിടിരി, വല്ലപ്പുഴ, ലക്കിടി, നെല്ലായ, ചളവറ, വാണിയംകുളം തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള യന്ത്രങ്ങളാണ് NSS കോളേജിൽ വെച്ച് കമ്മീഷൻ ചെയ്യുന്നത്. രാവിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന് ശേഷമാണ് യന്ത്രങ്ങളൊരുക്കൽ തുടങ്ങിയത്. അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യത്തിലാണ് ബാലറ്റ് യൂണിറ്റ് ഒരുക്കിയത്. ശേഷം മോക്ക് പോളിംഗും പരിശോധിച്ചു. പരിശോധന പൂർത്തിയായ യന്ത്രങ്ങൾ NSS ട്രെയിനിംഗ് കോളേജിൽ പഞ്ചായത്തുകൾക്കായി ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ഒറ്റപ്പാലം സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചു. പരിശോധന പൂർത്തിയാക്കിയ യന്ത്രങ്ങൾ തിങ്കളാഴ്ച രാവിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. CCN ഒറ്റപ്പാലം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അഫ്സൽ പന്തല്ലൂർ ആലിപ്പറമ്പ് 12ാം വാർഡിൽ പര്യടനം നടത്തി. വാർഡ്, ബ്ലോക്ക്, ഡിവിഷൻ സ്ഥാനാർത്ഥികളും പര്യടന പരിപാടിയിൽ പങ്കെടുത്തു.
മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഏലംകുളം ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഫ്സൽ പന്തലൂരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്യാം പ്രസാദും വാർഡ് LDF സ്ഥാനാർത്ഥിയായ ശ്രീലതയും പര്യടന സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വോട്ട് നൽകണമെന്ന് അഫ്സൽ പന്തലൂർ അഭ്യർത്ഥിച്ചു. കൊറോണ പോലെയുള്ള മഹാമാരികൾ ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സർക്കാർ അതിനെ നേരിടുന്ന രീതി ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ജനങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇടതുപക്ഷം സംസാരിക്കുന്നത്. എന്നാൽ ഈ പഞ്ചായത്തിൽ നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഈ ബ്ലോക്ക് ഡിവിഷനിൽ വിജയിച്ചിട്ടുള്ള ഈ ജില്ലാ ഡിവിഷൻ വിജയിച്ചിരിക്കുന്ന UDF-ന് അത്തരത്തിൽ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമില്ല. അഴിമതിയും വികസനരാഹിത്യവും സ്വജനപക്ഷപാതവുമല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപ വികസനത്തിന് ഉപയോഗിക്കാതെ പാഴാക്കി കളഞ്ഞ UDF-നെതിരായി ജനങ്ങൾ വിധിയെഴുതണമെന്നും ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്യാം പ്രസാദ് പറഞ്ഞു. കോടിക്കണക്കിന് രൂപ ഉപയോഗിക്കാതെ ലാപ്സാക്കി കളയുന്ന നിലയിൽ നിന്നും ഒരു മാറ്റം ഈ നാട് ആഗ്രഹിക്കുകയാണ്. ഈ നാടിന്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഉപയോഗിക്കാതെ ലാപ്സാക്കി കളയുന്ന നിലയുള്ളത്. അതിൽ നിന്നുള്ളൊരു മോചനം, അതിൽ നിന്നുള്ളൊരു മാറ്റം ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചുറ്റിക്കരിവാൾ നക്ഷത്രം അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലേക്ക് സഖാവ് അഫ്സൽ പന്തലൂരിന് അരിവാൾ നെൽക്കതിർ അടയാളത്തിലും വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരും മറ്റു ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ലൈഫ് മിഷൻ പദ്ധതി സർക്കാരിന്റെ പരാജയമാണെന്നും ക്ഷേമ പെൻഷൻ UDF-ന്റെ ഭരണകാലത്താണ് കാര്യക്ഷമമായി നൽകിയിട്ടുള്ളതെന്നും PK ഫിറോസ് കഴിഞ്ഞ ദിവസം ആലിപ്പറമ്പ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF-ന്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മഞ്ഞളാംകുടി അലി സാഹിബിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് 4 ലക്ഷം വീടുകളാണ് UDF പണിത് കൊടുത്തത്. എന്താ ഒരു 2.5 ലക്ഷത്തിന്റെ കണക്കുമായിട്ട് വരുന്നത്? ആ 2.5 ലക്ഷത്തിന്റെ ലൈഫിന്റെ കണക്കിലാണ് ഞാൻ പറഞ്ഞ 20 കോടിയിൽ നിന്ന് 9 കോടി അടിച്ചു മാറ്റിയത്. പിന്നെ പറഞ്ഞത് പെൻഷൻ കൊടുക്കുന്നു. ആരാ പെൻഷൻ കൊടുക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തത്? ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോ VS ഭരണം ഒഴിയുമ്പോ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 11 ലക്ഷമാണ്. 2016 ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോകുമ്പോ 38 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തത്. 27 ലക്ഷത്തിന്റെ വർധനമുണ്ടായി 5 കൊല്ലം കൊണ്ട്. ശരിയല്ല അലി സാഹിബ്? ഞാൻ എന്റെ കണക്ക് പരിശോധിച്ചു. ലൈഫ് മിഷൻ പദ്ധതി കമ്മീഷൻ വാങ്ങാനുള്ളതാണെന്നും ക്ഷേമ പെൻഷനുകൾ ഉമ്മൻചാണ്ടി ഭരണകാലത്താണ് കാര്യക്ഷമമായി നടന്നിട്ടുള്ളത് എന്നും PK ഫിറോസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോ ആ നിബന്ധന എടുത്തു കളഞ്ഞു. ആൺകുട്ടി ഉണ്ടെങ്കിലും ശരി, അത് പ്രായപൂർത്തിയായാലും ശരി, ഇല്ലെങ്കിലും ശരി, പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ കാര്യം? ഈ മകൻ ചിലപ്പോ ഉമ്മക്കൊന്നും കൊടുക്കുന്നുണ്ടാവില്ല, അമ്മക്കൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. മകനുണ്ട് എന്ന കാരണം കൊണ്ട് പെൻഷൻ നിഷേധിക്കാൻ കഴിയോ? പെൻഷൻ എങ്ങനെയെങ്കിലും കൊടുക്കുക. 1000 റുപ്യല്ലേ ഒരു പാവപ്പെട്ട ഒരു ഉമ്മക്ക്, ഒരു അമ്മക്ക്. അത് കിട്ടുകയാണെങ്കിൽ അതെങ്കിലും ആവട്ടെ എന്നാണ് ഇവര് തീരുമാനിച്ചത്. എന്നാ പിണറായി സർക്കാർ എന്താ തീരുമാനിച്ചത്? 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്ടില് ഒരു വിധവ താമസിക്കുന്നുണ്ടോ? പെൻഷൻ ഇല്ല. ആ വിധവയുടെ പേരിലാവണമെന്നില്ലട്ടോ വീട്. സഹോദരന്റെ വീട്ടിലാണ് വിധവ താമസിക്കുന്നതെന്ന് വിചാരിക്കുക. അത് വിധവാ പെൻഷൻ മാത്രമല്ല, ഏത് പെൻഷനും അർഹതയുള്ളവർ 2000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണോ താമസിക്കുന്നത്, പെൻഷൻ ഇല്ല. അവരുടെ പേരിലുള്ള വീടാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇതിപ്പോ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി താമസിക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി താമസിക്കായിരിക്കും. അവിടെ താമസിക്കുന്ന തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടോ വീടിന്? ഇവർക്ക് പെൻഷനില്ല. ആര് കൊണ്ടുവന്ന നിയമമാണ്? പിണറായി വിജയൻ കൊണ്ടുവന്ന നിയമമാണ്. UDF അധികാരത്തിൽ വരുമ്പോ 20,000 വരുമാനം, ആ 20,000ത്തിന്റെ മുകളിൽ വരുമാനമുള്ളവർക്ക് പെൻഷൻ ഇല്ല. UDF 1 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. 2016 ഉമ്മൻചാണ്ടി സർക്കാർ 38 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏലംകുളം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി KT അഷ്റഫിന്റെ പര്യടനം നടന്നു. വാർഡ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് പര്യടനം നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഏലംകുളം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലാണ് പര്യടനം നടത്തിയത്. ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി PK ആയമു, വാർഡ് സ്ഥാനാർത്ഥി ശാരദാ മോഹൻ എന്നിവരും ഉണ്ടായിരുന്നു. ആലിപ്പറമ്പ് ഹൈസ്കൂൾ പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ പാർട്ടി പ്രവർത്തകരും ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു.
ജനോപകാരപ്രദമായ ആശയങ്ങൾക്കായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുത്താൽ പ്രാധാന്യം നൽകുക എന്ന് UDF സ്ഥാനാർത്ഥി KT അഷ്റഫ് പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്, ശാരദ വോട്ട് ചോദിക്കുന്നത്, മാനോക്ക വോട്ട് ചോദിക്കുന്നത്, KT അഷ്റഫ് എന്ന ഞാൻ വോട്ട് ചോദിക്കുന്നത്, UDF വോട്ട് ചോദിക്കുന്നത് ഈ നന്മയുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയം അവസാനിക്കുന്നില്ല, ഞങ്ങളൊരു പക്ഷേ അവസാനിക്കും. ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ആയുസ് നിർണയിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. പക്ഷെ ആശയങ്ങൾ ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കും. കമ്മ്യൂണിസത്തിന് പ്രചാരണം നൽകിയ EMS ജീവിച്ചിരിപ്പില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം ലോകത്ത് തകരുന്നുണ്ടെങ്കിലും ചില ഇടങ്ങളിലൊക്കെ നിലനിൽക്കുമ്പോൾ പ്രത്യാശാസ്ത്രത്തിനല്ല വിയവ് സംഭവിക്കുന്നത്, വ്യക്തികൾക്കാണ് വിയവ് സംഭവിക്കുന്നത്. തുടർന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആലിപ്പറമ്പിന്റെ വിവിധ പ്രദേശങ്ങളായ മണലായ, തൂത, തെക്കേപ്പുറം, എടായിക്കൽ, കാമ്പുറം തുടങ്ങി ഒട്ടേറെ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലെ 30-ാം വാർഡ് തേക്കിൻകോട് വാർഡിൽ UDFന്റെ പ്രകടന പത്രിക വിതരണം ചെയ്തു. MLA മഞ്ഞളാം കുഴിയാലിയുടെ നേതൃത്വത്തിലാണ് പത്രിക വിതരണം നടന്നത്. നഗരസഭയിലെ 30-ാം വാർഡിലെ UDF പ്രകടന പത്രിക വിതരണം നടന്നു. KPCC സെക്രട്ടറി V ബാബുരാജിന്റെയും MLA മഞ്ഞളാം കുഴിയാലിയുടെയും നേതൃത്വത്തിലാണ് പ്രകടന പത്രിക വിതരണം നടന്നത്. തേക്കിൻകോട് വാർഡിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജല വിതരണം നടത്തുമെന്നാണ് UDF വാഗ്ദാനം. പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമാണെന്നും തന്നെ ജയിപ്പിച്ചാൽ വാർഡിലെ മുഴുവൻ ആളുകൾക്കും ശുദ്ധജലം എത്തിക്കുമെന്നും UDF സ്ഥാനാർത്ഥി മുഹമ്മദ് സുനിൽ പറഞ്ഞു. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 5 വർഷം നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങളെ ആവശ്യങ്ങൾക്കും നിങ്ങളെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ ഉറപ്പു തരുന്നു. കോടികളുടെ വികസനം നടന്നു എന്ന് പറയുന്ന നഗരസഭയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് MLA ആരോപിച്ചു. ഇതൊക്കെ ഒരു മാറ്റം വരണം. അതുകൊണ്ട് ഞങ്ങൾ ഒരു സംശയമല്ല, ഈ പ്രാവശ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുടിവെള്ളം കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ചാർജ് വാങ്ങിക്കൊണ്ടുള്ള മാലിന്യ സംസ്കരണം ഒഴിവാക്കും. വീടുകൾക്ക് ടാക്സ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുള്ള ടാക്സുകൾ കുറക്കും. അങ്ങനെ കുറേ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി സമയബന്ധിതമായി ഞങ്ങൾ നടപ്പിലാക്കും. ഇതിനെല്ലാം മറുപടിയായി ജനങ്ങൾ UDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് UDFന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പദയാത്ര സംഘടിപ്പിച്ചത്. ആലിപ്പറമ്പ് 12-ാം വാർഡ് UDF വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പദയാത്രയിൽ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പദയാത്ര വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ഹൈസ്കൂൾ പടിയിലാണ് പദയാത്ര സമാപിച്ചത്. വാർഡിൽ 4-ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയെന്നും വോട്ടർമാരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് എന്നും UDF സ്ഥാനാർത്ഥി ശാരദാ മോഹൻദാസ് പറഞ്ഞു. ആലിപ്പറമ്പിന്റെ വികസന തുടർച്ചയ്ക്കായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. 5 വർഷം നല്ല വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയ്ക്കായി നിൽക്കുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരിച്ച വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, MLA MP ഫണ്ടുകൾ ഉപയോഗിച്ച് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ എല്ലാം ഫലമായി ജനങ്ങൾ UDFന് വോട്ട് നൽകണമെന്നും UDF വാർഡ് കൺവീനർ PK റഹീം പറഞ്ഞു. 4.5 കോടി രൂപയുടെ വികസനം വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് പുറമെ ഞങ്ങൾക്ക് ഈ വാർഡിൽ നടപ്പിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. 2 അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ വന്നു. സ്കൂളിന് ഒറ്റ വർഷം തന്നെ 2 ബസ്സുകൾ അനുവദിച്ചു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ഹൈസ്കൂളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 70ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജല വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പല റോഡുകളും ഏകദേശം പുതിയ 6 റോഡുകൾ കോൺക്രീറ്റ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഇല്ലാതിരുന്ന 6 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ പല റോഡുകളും വെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ഇവിടെ നിന്നുള്ളൊരു മാറ്റം അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ 4-ാം ഘട്ട പ്രചാരണത്തിൽ നിൽക്കുന്നത്. പദയാത്രയ്ക്ക് കേശവദാസൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മോഹൻദാസ്, ജനറൽ സെക്രട്ടറിമാരായ സാദിഖ്, സജീവ്, ലീഗ് പ്രവർത്തകരായ ഖാദർ കളപ്പാട്ടിൽ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുടെ വാർഡ് പര്യടനം നടന്നു. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് സ്ഥാനാർത്ഥി വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശ്രീലതയുടെ വാർഡ് പര്യടനമാണ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം നടന്നത്.
വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നിലവിൽ വാർഡ് ഭരിക്കുന്ന UDFന് വാർഡിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നും വികസനമെന്ന് പറഞ്ഞ് UDF വാർഡിലെ വോട്ടർമാരെ പറ്റിച്ചെന്നും ശ്രീലത CCN ന്യൂസിനോട് പറഞ്ഞു. വികസനമുണ്ട് പറയുന്നുണ്ട്. ഏത് ഭാഗത്ത് റോഡിൽ ടാറുണ്ട് എന്നല്ലാതെ വേറൊരു വികസനം നമ്മുടെ വാർഡിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയിലാണ്. ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് നല്ല പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ വാർഡും ഞങ്ങളുടെ പഞ്ചായത്തും ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ളത്. ആ പ്രതീക്ഷ തന്നെയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വിജയിച്ചത് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തന്നെയാണ് ഞാൻ മുൻകരുതൽ കൊടുക്കുക. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യത്തിന് പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പും നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ അതിനു മുമ്പേ പെരിന്തൽമണ്ണ കാർഷിക വികസന ബാങ്കിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് പ്രളയത്തിൽപ്പെട്ട 2 വീടുകൾക്ക് ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് 2 വീടുകൾ ഞങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മുമ്പിലുണ്ടാവുമെന്ന് മാത്രം പറയാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വാർഡിലെ ഓരോ ജനങ്ങൾക്കിടയിലും എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും കൺവീനർ ബാലകൃഷ്ണൻ അറിയിച്ചു. നമുക്കറിയാം വർഷങ്ങളായിട്ട് പൊടി പൊടിച്ച് ആകെ നാശമായി കിടക്കുകയാണ്. ഇപ്പോൾ UDFന് ഒരു പദ്ധതിയും ഏറ്റെടുത്ത് അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മൾ ഈ പദ്ധതികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഒരു ഭരണസമിതി പഞ്ചായത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജയിച്ചു വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ വലിയ പിന്തുണ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിജയിക്കുമെന്നുള്ള ഉത്തമ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. വിജയിക്കുക തന്നെ ചെയ്യും. തുടർന്നും ജനങ്ങൾ അധികാരമേൽപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുമെന്ന് LDF സ്ഥാനാർത്ഥി ശ്രീലത അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. കൊപ്പത്തി LDF സ്ഥാനാർത്ഥി സംഗമവും പ്രകടന പത്രിക പ്രകാശനവും നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നാരായണദാസ് പത്രിക പ്രകാശനം നിർവഹിച്ചു. സമ്പൂർണ്ണ കുടിവെള്ളത്തിനും പാർപ്പിടത്തിനും മുൻഗണന നൽകിയാണ് കൊപ്പം പഞ്ചായത്തിലെ LDF പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. കൊപ്പം ടൗൺ ആധുനികവൽക്കരിക്കുന്നതും പ്രകടന പത്രികയിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നാരായണദാസ് പ്രകാശനം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P സുമിത ഏറ്റുവാങ്ങി. ഇതോടൊപ്പം നടന്ന സ്ഥാനാർത്ഥി സംഗമം CPM ഏരിയ കമ്മിറ്റി അംഗം U അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി വീട്ടിൽ കിട്ടുന്നില്ലേ ഒരു ചോദ്യമാണ്. 2, നിങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് എല്ലാ മാസവും കൃത്യമായി വീട്ടിൽ കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഭവനം കിട്ടിയോ? ചോദ്യമാണ്. നോക്കൂ, നിങ്ങൾ വീടിനെ കയറി പറയുകയാണ് 1-ാം നമ്പർ പെരുന്നുണ രാജ്യത്താകെ പ്രചരിപ്പിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലല്ലാതെ 1400 രൂപ പെൻഷനും സൗജന്യ ഭക്ഷണ കിറ്റും ലൈഫ് പദ്ധതിയിൽ വീടും നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കും. വെല്ലുവിളിക്കുകയാണ്. മോള് പറയും, രാജ്യത്ത് എവിടെയുണ്ട് ഈ പദ്ധതി? കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയുമില്ലാത്തൊരു പദ്ധതി. അത് ഞങ്ങളുടെ മേന്മയാണ് എന്ന് ഈ രാജ്യത്തെ കൊട്ടിഘോഷിച്ച് നടക്കുകയാണ്. MN കരുണാകരൻ അധ്യക്ഷനായി. P സുബ്രഹ്മണ്യൻ, PP വിനോദ് കുമാർ, A സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കവേ VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MPയുടെ പര്യടനം നടത്തിയത്. വല്ലപ്പുഴയിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത്. ചൂരക്കോട് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ VK ശ്രീകണ്ഠൻ സംസാരിച്ചു. കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ഏറ്റവും ദുരിതക്കയത്തിൽ കിടക്കുന്ന സമയമാണ് ജനങ്ങൾ. ഏറെ പ്രയാസം അഭിമുഖീകരിക്കുന്ന സമയമാണ്. ഭീതിജനകമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരെയും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട സർക്കാരാണ് ഈ കൊറോണ കാലത്ത് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളെ പട്ടാപ്പകൽ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു.
നമുക്കറിയാം 5 വർഷം കൊണ്ട് കേരളം എന്തു നേടിയെന്ന് ചോദിച്ചാൽ മുൻകാല സർക്കാരുകളെയൊക്കെ വിലയിരുത്തുമ്പോൾ അതിദയനീയമായ അവസ്ഥയാണ് വികസന കാര്യങ്ങൾ. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നന്മയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്. ചെയ്തില്ലെങ്കിലും പോട്ടെ, ഏറ്റവും പ്രയാസത്തിലായ ജനങ്ങളുടെ ഈ അവസ്ഥയിൽ രോഗികളായ ആളുകൾ ആരോഗ്യ വിവരങ്ങൾ എല്ലാം ഗവൺമെന്റ് ശേഖരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ നാം ആരും അറിയാതെ അമേരിക്കൻ കമ്പനിക്ക് കൈമാറി കോടികൾ കൈക്കലാക്കാൻ ശ്രമിച്ച ഏറ്റവും ദുരന്ത അവസ്ഥ പ്രതിപക്ഷമാണ് പുറത്തുകൊണ്ടുവന്നത്. പര്യടന പരിപാടി KPCC വൈസ് പ്രസിഡന്റ് CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് KSP തങ്ങൾ, കളത്തിൽ ദാവൂദ്, ജിതേഷ് മൊഴിക്കുന്നം, അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും VK ശ്രീകണ്ഠൻ പങ്കെടുത്ത് സംസാരിച്ചു. DCC വൈസ് പ്രസിഡന്റ് KSP തങ്ങൾ, കളത്തിൽ ദാവൂദ്, ജിതേഷ് മൊഴിക്കുന്നം, അഡ്വക്കേറ്റ് രാമദാസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലും VK ശ്രീകണ്ഠൻ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം. സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.